ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാറക്കുട്ടിയും ഒരുങ്ങി നമുക്കൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. പിന്നെ അച്ചാച്ചൻ്റെ യൂണിഫോം ഷർട്ടും പാൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ താഴെ ലോണ്ട്രിയിലാണ് അയൺ ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൊടുത്തിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൂടെ കയറിയിട്ട് നമുക്ക് വരാം. അപ്പം നമ്മുടെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ലോണ്ട്രി കട. അപ്പം നമ്മൾ തേക്കാണ തുണി കൊണ്ട് കൊടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അവർ തേച്ച് വെച്ചേക്കും. അപ്പം ആദ്യം അങ്ങോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ സാറക്കുട്ടിയും കൂടെ നമ്മുടെ ലോണ്ട്രി കടയിലേക്ക് പോവാണേ. അപ്പോൾ കടയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു വാഴയില വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു വാഴയിലയിലെ അട കഴിക്കാനായിട്ട് കൊതിയായിട്ട്, എനിക്ക് ചിലത് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ കഴിക്കണം ഉണ്ടാക്കണം എന്നുള്ളൊരു ദ്വരയാണ് കേട്ടോ. നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. 1 ദിറംസോ 1.5 ദിറംസോ കണ്ടാന്ന് തോന്നുന്നു ഒരു വാഴയില അടയ്ക്കുക കേട്ടോ. അപ്പം വേണമെങ്കിൽ മേടിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ ഇല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരു 4-5 എണ്ണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം നമുക്ക് ആ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഏത്തയ്ക്ക പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ചുമ്മാ മിക്സ് ചെയ്തിട്ടിടുക. അപ്പോൾ കുറച്ചും കൂടെ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഈ ഒരു ശർക്കര ഉണ്ടോ, അടിപൊളി ശർക്കരയാണ് കേട്ടോ. ഇവിടെ എനിക്ക് അങ്ങനെ ബ്ലാക്ക് ശർക്കര കിട്ടാറില്ല. എപ്പോഴും ഒരുമാതിരി വെള്ള കളർ, പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെ കിട്ടാറുള്ളൂ. ഇത് ഭയങ്കര കറുത്തിട്ടെന്ന് പറഞ്ഞാൽ കരിക്കട്ട പോലെ കറുത്ത ഒരു ശർക്കരയായിരുന്നു കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ ഇവിടെ കിട്ടാറില്ല, വല്ലപ്പോഴും വല്ലപ്പോഴും മാത്രമേ കിട്ടാറുള്ളൂ. പിന്നെ ഇതിന് ഭയങ്കര മണവും കറക്റ്റ് നമ്മൾ ഈ എന്താ പറയുക, കറക്റ്റ് എന്തോ ഒരു ആയുർവേദ അങ്ങനത്തെ ഒരു മണമില്ലേ, അങ്ങനത്തെ ഒരു മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ മണപ്പിച്ചൊക്കെ നോക്കി. അപ്പോൾ നല്ല അടിപൊളി കറുത്ത ശർക്കരയും കിട്ടിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ നമ്മളിന്നൊരു പൊളിക്ക് അങ്ങനത്തെ ഫുള്ള് സെറ്റാക്കി വെച്ചോട്ടോ. ഒരു 5 ഉണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മാവ്. ഒരുപാട് വെച്ചാൽ നമ്മൾ കഴിക്കത്തില്ല, പിന്നെ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കി കളയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ മാക്സിമം കുറച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കട്ടനാട്ടോ അനത്തിയത്. എനിക്ക് ഇങ്ങനത്തെ ആഹാരത്തിൻ്റെ കൂടെ പലഹാരത്തിൻ്റെ കൂടെ ഒക്കെ കട്ടൻ കാപ്പി കുടിക്കാനാട്ടോ ഇഷ്ടം. അപ്പം ഞാനും അച്ചാച്ചനും കഴിക്കുകയാണ്. സാറക്കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തപ്പോൾ അവളിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ രാത്രി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതെപ്പോഴുള്ള സോക്കേടാണ് കേട്ടോ അച്ചാച്ചന്. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന്, കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആ ചൂട് ഗ്ലാസ് എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കും. അപ്പം നമുക്ക് ചൂടടിക്കുമല്ലോ അങ്ങനെ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവർ താഴോട്ട് ഇറങ്ങിപ്പോയി. നമ്മുടെ ഈ ഒരു സൈഡിലോട്ട് കുറച്ച് നേരം അവളെ ചുമ്മാ ഒന്ന് ബോൾ തട്ടിപ്പിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പോയി. എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വണ്ടി പോകും ആ നടുക്കൂടെ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് വല്ലതും വണ്ടികൾ ഇടിക്കുവോ അല്ലെങ്കിൽ വണ്ടിയെ കൊള്ളുവോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെ ഞാനങ്ങ് കയറിപ്പോയിട്ട് എനിക്ക് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേന് ടെൻഷനായിരുന്നു. പിന്നെ ഞാനകത്ത് കയറിപ്പോയി. പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ പിന്നെ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കി, പിന്നെ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഇന്നൊരു മൂവി നൈറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നുണക്കുഴി മൂവി കാണാമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വേറെ പ്ലാനിങ് അല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ സിനിമ കാണാനായിട്ട് മെഗാമാളി വന്നു കേട്ടോ. രാത്രി 11:55 കേട്ടോ ഷോയ്. ആ സമയത്ത് അവിടെ ചെന്നിട്ട് നല്ല ആളായിരുന്നു കേട്ടോ ഫുഡ് കൗണ്ടറിലെല്ലാം. അപ്പം നമ്മുടെ സ്ഥിര ആൾക്കാരാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ അച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് വേറെ 3-4 ആൺപിള്ളേരോട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അവിടെ ചെന്നു. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് നുണക്കുഴിയാണ് കേട്ടോ. ഞാനത് പറഞ്ഞായിരുന്നു തോന്നുന്നു. ഓക്കെ, നുണക്കുഴി. അപ്പം നമ്മൾ കറക്റ്റ് ആ ടൈമിലാണ് ചെന്നത്. അപ്പത്തേനും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ തിയേറ്ററിനകത്ത് ഇത്ര ആൾക്കാരെയും കൂടെ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് തുടങ്ങിയില്ല, എന്നാൽ പരസ്യം അങ്ങനെ ആ ഒരു തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ചെന്ന് കയറിയിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പോയി കാണാൻ പറ്റിയ നല്ലൊരു അടിപൊളി എന്റർടൈൻമെന്റ് മൂവിയാണ് കേട്ടോ. ഒരുപാട് തമാശയുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചു കേട്ടോ. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ഈ മൂവി കണ്ടിട്ടുണ്ട്.
നല്ല സിനിമയായിരുന്നു കേട്ടോ. ബേസിലിന്റെ ക്യാരക്ടർ ആണെങ്കിലും ബൈജുവിന്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മനോജ് കെ ജയന്, അതുപോലെ തന്നെ വിമല, അങ്ങനെ എല്ലാവരും നല്ല അടിപൊളി ക്യാരക്ടറായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ എല്ലാവരും, ലെന, എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇത്രയും ആൾക്കാരെ തിയേറ്ററിൽ ഒന്നിച്ച് കാണുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ ലേറ്റ് ആയിട്ടൊക്കെ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നല്ല രാത്രിയിലല്ലേ നമ്മൾ പോകാറ്. അപ്പം ഇത്ര ആൾക്കാരൊന്നും കാണാറില്ല. ആകെ 4, 3, 7 പേര് മാത്രമേ നമ്മൾ ഏത് സിനിമയ്ക്ക് പോയാലും കാണാറുള്ളൂ. ഈ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്ര ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു വൈബ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.